ഹായ് കൂട്ടുകാരെ, പത്തരമാറ്റിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് അഭി പറയുന്നുണ്ട്, നവ്യയെ ഇപ്പം നിൻ്റെ വീട്ടുകാർ പോലും ആദർശേട്ടൻ്റെ ഭാഗത്താണുള്ളത്. നിൻ്റെ അനിയത്തി നയന എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ കയ്യിലെടുത്ത് കഴിഞ്ഞു. ഇനി ഈ തറവാട്ടിലോ നിൻ്റെ വീട്ടിലോ ഒന്നും നമുക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നേ. ഇനിയുള്ള കാലം നമുക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം നവ്യയെ, നിന്നെക്കൊണ്ട് മാത്രമേ അതൊക്കെ സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്നെ കൊണ്ടോ? അതിന് ഞാൻ എന്ത് ചെയ്യാനാ അഭി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നവ്യ. മുത്തശ്ശിയുടെ അലമാരയിലും വല്യമ്മയുടെ അലമാരയിലും ഒക്കെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണങ്ങളാണ് വെറുതെ കിടക്കുന്നത്. അതൊക്കെ മോഷ്ടിച്ച് നമുക്ക് ഈ തറവാട്ടിൽ നിന്ന് തന്നെ ദൂരെ എവിടെയെങ്കിലും പോയി അവിടെ ഒരു വീടെടുത്ത് നമുക്ക് മാറി താമസിക്കാം. പിന്നെ തറവാടിൻ്റെ അന്തസ്സും അഭിമാനവും ഒക്കെ ഓർത്തിട്ട് മുത്തശ്ശൻ നമുക്കെതിരെ കേസിനൊന്നും പോവില്ല. അതൊക്കെ അവർ കുറച്ച് നാൾ കഴിഞ്ഞ് മറന്നോളും. നീ വല്യമ്മയുടെ സ്വർണം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ നോക്ക്. ഞാൻ എന്തായാലും മുത്തശ്ശൻ്റെ റൂമിൽ കയറി അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നവ്യ ആണെങ്കിലും പറയുന്നുണ്ട്, നീ പറയുന്നത് വലിയ തെറ്റാ അഭി, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരാളുടെ സ്വർണം മോഷ്ടിക്കാന്നൊക്കെ പറയുന്നത് വലിയൊരു തെറ്റല്ലേ അഭി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ആദർശേട്ടൻ ചെയ്ത പോലെ വലിയൊരു തെറ്റൊന്നും അല്ല നീ ഇപ്പം ചെയ്യാൻ പോകുന്നത്. ആദർശേട്ടൻ കുടുംബത്തിന് അപമാനമല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അയാൾക്ക് മാത്രം അങ്ങനെ കോടീശ്വരനായി ജീവിച്ചാൽ പോരല്ലോ. എന്തായാലും നിനക്ക് ഒരു നുള്ളു സ്വത്ത് പോലും അയാൾ തരില്ലെന്നുള്ള കാര്യം ഉറപ്പായി. പിന്നെ നമുക്ക് മുമ്പിൽ ഈ ഒരു മാർഗം മാത്രമല്ലേ ഉള്ളൂ. വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവി നമുക്ക് നോക്കണ്ടേ അഭി. നീ പറഞ്ഞാൽ മതി, എന്ത് ചെയ്യാനും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നേരായ മാർഗത്തിൽ കൂടെ നടന്നില്ലെങ്കിൽ വളഞ്ഞ വഴി തന്നെ സ്വീകരിക്കാം, അല്ലാതെ പിന്നെ എന്നാ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അഭിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതേസമയത്ത് തന്നെ നന്ദുവിനെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ ദേവയാനി. അവൾക്കൊരു സമ്മാനവും കൊടുക്കുന്നുണ്ട്. അതൊരു സ്വർണ്ണ വളയായിരുന്നു കേട്ടോ. തൻ്റെ 15 പവനോളം വരുന്ന ആ സ്വർണ്ണ നെക്ലേസ് മോഷണം പോയടുത്ത് നിന്നും കണ്ടെത്തി അത് തിരിച്ച് ദേവയാനിയുടെ കയ്യിൽ തന്നെ കൊണ്ടുകൊടുത്തതിനുള്ള ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് കേട്ടോ ഇപ്പം നന്ദുവിനെ ഈ ഒരു സമ്മാനം കൊടുക്കുന്നത്. ഇത് കാണുന്ന അനാമികയ്ക്കാണെങ്കിലും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനാമിക ആണെങ്കിലും ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ വല്യമ്മേ, എനിക്ക് പോലും തരാതെ വല്യമ്മ എന്തിനാ ഇവക്ക് ഈ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്തിനാ ഇവക്ക് ഇതൊക്കെ കൊടുക്കുന്നേ? തറവാട്ടിലെ ആരെങ്കിലും ആണോ ഇവള്? അനിയുടെ ഭാര്യ ഞാനാണ്. അനിയുടെ അമ്മ ഇതൊന്നും കാണുന്നില്ലേ? എനിക്ക് ഗിഫ്റ്റ് തരാൻ ഈ തറവാട്ടിൽ ആരുമില്ലല്ലോ. എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ഈ തറവാട്ടിൽ ആരും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. അത് കേട്ട ജാനകി ആണെങ്കിലും ദേവയാനോട് പറയുന്നുണ്ട്, ഏട്ടത്തി ചെയ്തത് വല്ലാത്തൊരു ചതിയായിപ്പോയി. എൻ്റെ ജീവിതം തകർത്തവളാ ഈ നന്ദു. അങ്ങനെയുള്ളവളെ വീട്ടിൽ വിളിച്ചു കയറ്റി ഇങ്ങനെ ഒരു സ്വർണ്ണ സമ്മാനമൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഏട്ടത്തിയുടെ മനസ്സ് അപാരം തന്നെ. ഏട്ടത്തിയുടെ ഈ പോക്ക് ശരിയല്ല ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുമ്പോഴേക്കും ദേവാനി പറയുന്നുണ്ട്, ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ജാനകി. നന്ദു ഇപ്പം നവ്യയുടെ അനിയത്തി മാത്രമല്ല, ഈ നാട്ടിലെ SI കൂടിയാണ്. അവൾക്ക് കൊടുക്കേണ്ട ബഹുമാനം എല്ലാവരും കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അവളുടെ ഈ നേട്ടത്തിന് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇന്നാണ് അത് സാധിച്ചത്. തന്നെയുമല്ല, എൻ്റെ മോഷണം പോയ സ്വർണ്ണ നെക്ലേസ് എന്നെ തിരികെ ഏൽപ്പിച്ച മോളല്ലേ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ജാനകിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മരുമകളായ അനാമിക ഉണ്ടല്ലോ, അവൾ എന്തെങ്കിലും നേട്ടം ഈ വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും വിലപിടിപ്പുള്ള സമ്മാനം ഞാൻ അനാമിക മോക്ക് കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ജാനകി ആണെങ്കിലും അനാമിക ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട മോളെ, മോള് സമാധാനമായിട്ട് ഇരിക്കേ. ഇതിലും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ മോക്ക് ഈ അമ്മ വാങ്ങിച്ചു തരാം എന്ന് ജാനകി പറയുമ്പോഴേക്കും തന്നെ, വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ചുമ്മാ ആശിപ്പിക്കേണ്ട. എന്നെ വെറുതെ സമാധാനിപ്പിക്കാനായിട്ട് അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. ഇതൊക്കെ കിട്ടാൻ പോണില്ല എന്നുള്ളത് എനിക്കും അറിയാമെന്നൊക്കെ പറയുകയാണ്. ഇവിടെ എന്തെങ്കിലും കാര്യം സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അമ്മയ്ക്കൂടെ ഇല്ലെന്നുള്ളത് എനിക്കും അറിയാം. എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്ന അനിയുണ്ടല്ലോ, അവൻ ഓഫീസിൻ്റെ പടി പോലും ചവിട്ടുന്നില്ല. അവന് പോലും തോന്നുന്നില്ല എനിക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റുകളോ സമ്മാനങ്ങളോ മേടിച്ചു തരണം എന്നുള്ള കാര്യങ്ങളൊന്നും. അവന് തോന്നാത്ത കാര്യമാണോ പിന്നെ ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് തോന്നാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പുച്ഛിച്ച് പറയുന്നുണ്ട് അനാമിക. കോടികളുടെ സ്വത്തൊക്കെ കൈവശമുള്ളവരോ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് അവർ സമ്മാനങ്ങൾ നൽകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ വീട്ടിലാണെങ്കിൽ വല്യമ്മയുടെ കയ്യിലും മാധവച്ചേട്ടൻ്റെ കയ്യിലും ഒക്കെയാണ് കോടികൾ കിടക്കുന്നത് എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യത്തിൽ തന്നെ പോവുകയാണ് കേട്ടോ. മോള് പറഞ്ഞത് ശരിയാ ജാനകി, നമ്മളൊക്കെ ഈ തറവാട്ടിൽ വെറും വേലക്കാരികൾക്ക് തുല്യമാണെന്ന് ജലജയും പറയുന്നുണ്ട്. സ്വന്തം മരുമക്കൾക്ക് ഒരു തരി സ്വർണം പോലും മേടിച്ചു കൊടുക്കാൻ നമുക്കും പറ്റുന്നില്ലല്ലോ. പിന്നെ ഇതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്താത്ത ദിവസങ്ങളില്ല ആ നവ്യാണെങ്കിലും. നവ്യക്ക് എന്നും പരാതിയാണ് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും, അതെ അതെ, ഈ വീട്ടിൽ നമ്മളെന്നും പുറത്തുനിന്ന് വന്നവർ തന്നെയാണ് ജലജെ. ഏട്ടത്തിക്കും അവരുടെ കുടുംബത്തിനുമാണ് മുത്തച്ഛനെ കൂടുതൽ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അനാമിക മോളുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ ചെറുതായിക്കൊണ്ടിരിക്കുന്നത് ഈ ഞാനാ.
ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. അനാമിക മോളുടെ മുമ്പിൽ എൻ്റെ അഭിമാനം തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകിയാണെങ്കിലും മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അമ്മ അച്ഛനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറയണം. പിന്നെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കമ്പനിയുടെ MD ആദർശ് ആയതുകൊണ്ട് തന്നെ ആദർശിൻ്റെയും ഏട്ടത്തിയുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരുമക്കൾക്കും സമ്മാനങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തിനും ഏതിനും അജയേട്ടനെ ആശ്രയിക്കണം. എൻ്റെ മരുമകൾക്ക് ഒരു തരി പൊന്നു മേടിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുകയാണ്. അത് കേട്ട മുത്തശ്ശിയാണെങ്കിലും ജാനകിയോട് ചൂടാകുന്നുണ്ട്. നിനക്ക് എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേടി? നിന്റെ മരുമോക്ക് സമ്മാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കാശ് നിന്റെ കെട്ടിയവനോടാ ചോദിക്കേണ്ടത്, അല്ലാതെ എൻ്റെ ഭർത്താവിനോടല്ല ചോദിക്കേണ്ടത്. ഇതും പറഞ്ഞ് നീ ഇനി എൻ്റെ മുമ്പിലേക്ക് വന്നാൽ നിന്റെ കാരണം ഞാൻ പൊളിക്കും എന്നൊക്കെ പറയുകയാണ്. മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന നിൽക്കുമ്പോഴേക്കും ജാനകിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് ജാനകി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് കുഞ്ഞിന് ഞാൻ മേടിച്ച ഒരു സമ്മാനമാണ് ചേച്ചി, ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഉടനെ നവ്യയാണെങ്കിലും അത് തുറന്നു പോലും നോക്കാതെ താഴോട്ട് വലിച്ചെറിയുകയാണ്. അതിന് ആർക്കും എന്നോട് നീ വാങ്ങിയ ചെയിൻ? എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനേ ഞാനുണ്ട്, അഭിയുണ്ട്. നിന്റെ ഈ തറവാട്ടിലെ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ നവ്യ പറയുമ്പോഴേക്കും അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്? അതിന് മാത്രം കാശ് നിങ്ങൾക്ക് എവിടുന്നാ ചേച്ചി കിട്ടാൻ പോകുന്നത്? അഭിയാണെങ്കിൽ ഇപ്പോഴും ആ ബ്രാഞ്ചിലെ സ്റ്റാഫ് തന്നെയാണ്. പിന്നെ അബിയുടെ കയ്യിൽ എവിടുന്നാ ചേച്ചി ഇത്രയും കാശ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നവ്യാണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് കാശുണ്ടാക്കാനുള്ള കഴിവുണ്ടടി, അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? ഇപ്പം നീ എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും നീ ഇപ്പം ഈ റൂമിൽ നിന്ന് പൊക്കോന്നൊക്കെ പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയാണെങ്കിലും നയനയെ പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. രാത്രിയാണെങ്കിൽ മുത്തശ്ശൻ്റെ റൂമിലേക്ക് സ്വർണ്ണം മോഷ്ടിക്കാനായിട്ട് അബി കയറുന്നുണ്ട്. കിളവൻ നല്ല ഉറക്കത്തിലാ. കിളവിയും ഉണരാൻ ചാൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ അബി അലമാരയുടെ കീ കണ്ടുപിടിച്ച് അത് തുറക്കുന്നുണ്ട്. പിന്നീട് അതിൽ നിന്ന് സ്വർണ്ണമൊക്കെ എടുത്ത് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. നവ്യയും അവസാനം ഗതികെട്ട് അബിക്കൊപ്പം നിൽക്കുകയാണ്. ആ സ്വർണ്ണങ്ങളൊക്കെ കാണുമ്പോഴേക്കും നവ്യയുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. നവ്യാണെങ്കിലും പറയുന്നുണ്ട്, ഇത് ഒരുപാട് സ്വർണ്ണം ഉണ്ടല്ലോ അബി, നമുക്ക് ജീവിക്കാൻ ഇത് മാത്രം പോരെ, ഈ അമ്മയുടെ റൂമിലൊന്നും കയറേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അബിയാണെങ്കിൽ ഉടനെ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു നവ്യേ, ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അമ്മായിയുടെ കുറച്ച് സ്വർണം കൂടി ആകുമ്പോഴേ നമുക്ക് ഒരുപാട് പൈസയാകും. എന്തായാലും നീ അതും പോയി എടുത്തോണ്ട് വാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ പേടിക്കാതെ ചെല്ല്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അബി പറയുന്നതൊക്കെ കേട്ടോണ്ട് ധൈര്യത്തോടെ ദേവയാനിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ നവ്യ. അവിടെ ചെന്ന് അലമാരയൊക്കെ തുറന്ന് സ്വർണം വെച്ചിരിക്കുന്ന പെട്ടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് എടുക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ഒന്ന് രണ്ട് വളയൊക്കെ താഴെ പോകുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഒച്ചയൊക്കെ കേൾക്കുമ്പോഴേക്കും തന്നെ ദേവയാനി പതിയെ ഒന്ന് കണ്ണു തുറക്കുന്നുണ്ട് കേട്ടോ. ദേവയാനിയാണെങ്കിലും നല്ല ഉറക്കത്തിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. ദേവയാനി ഉണർന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയ നവ്യയാണെങ്കിലും പതിയെ ആ പെട്ടിയുമായിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്താണ് നവ്യയുടെ കയ്യിൽ ആരോ വന്ന് പിടിച്ചത്. ഉടനെ തന്നെ നവ്യ ആകെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതിയോ നവ്യേ? ഞാൻ ശബ്ദം കേട്ട് ഉണർന്നതായിരുന്നു. നിന്റെ മുന്നിൽ ഉറങ്ങുന്നതായിട്ട് ഞാൻ ഭാവിച്ചു കിടന്നതാ. എന്താ നിന്റെ ഉദ്ദേശം? ഇതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരാ? ജലജയുടെ അതോ അബിയുടെയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, അയ്യോ അമ്മായി, എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ഞാനൊരു കള്ളിയൊന്നുമല്ല. അബി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ മോഷ്ടിച്ചത് എന്നിങ്ങനെ നവ്യ പറയുകയാണ്. ആര് നിർബന്ധിച്ചാലും നീ ചെയ്തത് കുടുംബത്തിന് നാണക്കെട്ടുണ്ടാക്കുന്ന പ്രവൃത്തി തന്നെയാണ് നവ്യേ. പാവം നയനെയും നിന്റെ അച്ഛനെയും അമ്മയൊക്കെ പറയിപ്പിക്കാനുണ്ടായ ചേച്ചിയാ നീ. നീ ഇവിടെ വന്ന നാൾ തൊട്ടേ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ചൊക്കെ നിന്നോട് എനിക്ക് സ്നേഹം തോന്നി തുടങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കള്ളി വെളിച്ചത്താവുക തന്നെ ചെയ്യണം. ഇനി ഒരിക്കലും അബി ഇങ്ങനൊരു പ്രവൃത്തി ഇവിടെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആ സ്വർണ്ണമൊക്കെ എടുത്ത് ദേവാനെ അകത്ത് വെച്ചതിന് ശേഷം നവ്യമായിട്ട് പുറത്തോട്ട് വരികയാണ്. ഈ സമയം കൊണ്ട് തന്നെ ജയനാണെങ്കിലും എഴുന്നേൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജയനോടും കാര്യങ്ങളൊക്കെ ദേവയാനി പറയുകയാണ്. അപ്പോൾ തന്നെ ദേവയാനിയാണെങ്കിലും നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ എല്ലാവരും ഒച്ചയും ബഹളമൊക്കെ കേട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്താ ദേവയാനി, എന്താ പ്രശ്നം? എന്താ ദേവയാനി, എന്തിനാ ഇപ്പം നീ രാത്രി എല്ലാവരും വിളിച്ചുണർത്തുന്നത്? എന്തിനാ ഇപ്പം നന്ദുമോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. ദേവയാനി പറയുന്നുണ്ട്, ഈ വീട്ടിന് മുഴുവൻ കള്ളന്മാരുടെ ശല്യമാച്ചാ. അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം നന്ദുമോളോട് വരാൻ പറഞ്ഞത്. അപ്പോഴേക്കും നന്ദു ആണെങ്കിലും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല ആരാ ആൻറ്റിയുടെ റൂമിൽ കയറി മോഷ്ടിച്ചത്? അല്ല ആദർശേട്ടൻ്റെ അമ്മയുടെ സ്വർണ്ണമൊക്കെ മോഷ്ടിക്കാൻ ആർക്കാ ഇവിടെ ധൈര്യമുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് വേറെ ആരുമല്ല നന്ദുമോളെ, നിന്റെ മൂത്ത ചേച്ചി തന്നെയാ മോഷ്ടിച്ചത്.
മോഷ്ടിച്ച സ്വർണ്ണം അടക്കം ഞാൻ പിടികൂടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ് അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ദേവയാനി. നന്ദു ആണെങ്കിലും നവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇത്? നിങ്ങൾ ഇത്രത്തോളം തരം താഴ്ന്നെന്ന് ഞാൻ കരുതിയില്ല. ഇതിന്റെ സൂത്രധാരൻ നിങ്ങളുടെ ഭർത്താവ് തന്നെ ആയിരിക്കും അല്ലേ ചേച്ചി എന്നിങ്ങനെ നന്ദു ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അറിയില്ല മോളെ, എല്ലാം നവ്യയുടെ പദ്ധതിയായിരുന്നു. ഞാൻ പറഞ്ഞതാ ഇതൊന്നും ചെയ്യണ്ടാന്ന്. പക്ഷെ ഇവക്ക് ഒരേ നിർബന്ധം. സത്യമായിട്ടും ഞാനും എൻ്റെ അമ്മയൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. ഈ കിടക്കുന്ന എൻ്റെ കുഞ്ഞാണ് സത്യം, എനിക്കിതിൽ പങ്കില്ല എന്നിങ്ങനെ അഭി സത്യം ചെയ്ത് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വന്ന നവ്യ ആണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ തൊട്ടേ കള്ളസത്യം ചെയ്യുന്നോടാ. ഈ കിടക്കുന്നത് നിന്റെ കുഞ്ഞ് തന്നെയല്ലേടാ അഭി. നമ്മുടെ കുഞ്ഞിന് ദോഷം വരുന്ന കാര്യമാണ് നീ ഇപ്പം ചെയ്തിരിക്കുന്നത്. നീ പറഞ്ഞിട്ടല്ലേടാ ഞാൻ അമ്മായിയുടെ റൂമിൽ കയറി സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചത്. എന്നിട്ട് നീ തന്നെയാണോടാ പറയുന്നത് നിനക്കൊന്നും അറിയില്ലാന്ന്? നിന്റെ നിർബന്ധപ്രകാരമല്ലേ ഞാൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്? നീ ഇത്രയ്ക്ക് നീചനായിരുന്നോടാ? ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയല്ലോ. ഇവൻ പറയുന്നത് ആരും വിശ്വസിക്കരുത്. അതിനു മുമ്പ് ഇവൻ മുത്തശ്ശൻ്റെ മുറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള സ്വർണ്ണങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് ഇവൻ തന്നെയാണ്. ഇതിനൊക്കെ ഞാൻ കൂട്ടു നിന്നുപോയി. നയന്, നിങ്ങളെല്ലാവരും എന്നോട് മാപ്പാക്കണം. എനിക്കൊരു തെറ്റ് പറ്റി പോയതാ. അറസ്റ്റിലാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവൻ എന്നെ ചതിച്ചതാ എന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടി കരയുകയാണ്. ചേച്ചി, അമ്മയുടെ മുറിയിൽ കയറി സ്വർണം മോഷ്ടിക്കാൻ ചേച്ചിക്ക് എങ്ങനെ ചേച്ചി തോന്നിയത്? ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി. എൻ്റെ ചങ്ക് തകർന്നു പോവുകയാണ്. നമ്മുടെ അച്ഛൻ്റെ അവസ്ഥയും അഭിമാനവും ഒക്കെ ചേച്ചി ഒരിക്കലെങ്കിലും ഓർത്തോ? അവരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് സഹിക്കാൻ പറ്റുമോ ചേച്ചി? കുടുംബത്തിനകത്ത് അപമാനമല്ലേ ചേച്ചി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ചേച്ചിക്ക് ഇപ്പം വലുത് ഈ നിൽക്കുന്ന അഭിയും കുഞ്ഞും ആയിരിക്കുമല്ലേ? അവർ പറയുന്നതല്ലേ ചേച്ചി കേൾക്കുള്ളൂ. എന്നാൽ ഇവൻ്റെ കൂടെ കൂടിയാലാണ് നവേച്ചയുടെ ജീവിതം തകരാൻ പോകുന്നത്. ഇവൻ്റെ കൂടെ കൂടി ഇവൻ്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നാൽ ഇവൻ്റെ ഒപ്പം ചേച്ചിയും ജയിലിനകത്തായി പോകും ചേച്ചി. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി തന്നെ ഇല്ലാതായി പോകും എന്നൊക്കെ പറഞ്ഞ് നയന ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശനാണെങ്കിലും നല്ല ദേഷ്യം വന്നിട്ട് മുത്തശ്ശനാണെങ്കിലും വന്നിട്ട് അബിയുടെ മുഖത്തിനിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോള് കഴിഞ്ഞാൽ നവ്യമോക്കായിരുന്നു ഞാനിവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എന്നാൽ മോൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇവിടുത്തെ അന്നം കഴിച്ചിട്ട് ഇവിടെ ഉള്ളവർക്കിട്ട് തന്നെ പാരപണിയാം മോള് മുതിരുവാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അബി ഇനി ഒരിക്കലും നന്നാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അബി നന്നാവുമായിരുന്നെങ്കിൽ എന്നേ നന്നായേനെ. ഇനി അവൻ അത് ഉദ്ദേശിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇപ്പം മോളോട് പറയുന്നത്. സ്വർണം പോയാലേ എനിക്കൊരു പ്രശ്നമില്ല. എന്നാൽ ദേവയാനിയുടെ മുറിയിൽ കയറി സ്വർണം മോഷ്ടിച്ചില്ലേ മോൾ? അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം തന്നെയാണത്. അതിൽ കൈകടത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു നവ്യ മോളെ? ഈ ചതിയിൽ നിന്നെ പെടുത്തിയത് അഭിയായിരിക്കും. പിന്നെ ഞാനിത് കേസാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ചതിയം പറഞ്ഞത് കേട്ടായിരിക്കും മോൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. എന്നാ കേട്ടോ, എസ് ഐ ആയ നന്ദുമോളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ദേവയാനിയാണ്. അവൾ കേസുമായി മുന്നോട്ട് പോകുന്നെങ്കിൽ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. ലോക്കപ്പിൽ കിടക്കുമ്പോൾ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എന്താണെന്ന് മോക്ക് കൂടി മനസ്സിലായിക്കോളും. ഇവന്റെ കൂടെ ജയിലിൽ കിടക്കാനാ മോളുടെ യോഗം എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ തന്നെ മോളെ അറസ്റ്റ് ചെയ്യിക്കണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല. നവ്യ മോളെ അറസ്റ്റ് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമില്ല മുത്തശ്ശ. പക്ഷേ അബി, അവൻ ജ്വല്ലറിയിലും സ്വർണ്ണങ്ങളൊക്കെ മോഷ്ടിച്ചു. എന്നിട്ട് അവൻ അതിനൊക്കെ കാരണങ്ങൾ കണ്ടെത്തി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ അവന് തക്ക ശിക്ഷ തന്നെ കൊടുത്തില്ല. ഇതിൽ നിന്ന് ഇവൻ രക്ഷപ്പെടാൻ പാടില്ല. അവനെ ലോക്കപ്പിലിട്ട് 4 കൊടുത്തേ പറ്റുള്ളൂ. നവ്യയ്ക്കൊരു കുഞ്ഞുള്ളതാ, അതോർത്ത് അവളെ ഞാൻ വെറുതെ വിടാം എന്ന് ദേവയാനി പറയുമ്പോൾ തന്നെ ഒരുപാട് നന്ദിയുണ്ട് ആദർശേട്ടൻ്റെ അമ്മേ. ഇങ്ങനെ ഒരു ചതിയനെയാണല്ലോ ഞാൻ ഇത്രയും കാലം ഭർത്താവായി കണ്ട് സ്നേഹിച്ചത്. ഇനി ഇവൻ ഇനി ഇവൻ എന്തൊക്കെ ചതിയാ എന്നോട് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എനിക്കാണ് തെറ്റിപ്പറ്റിപ്പോയത്. ഇവൻ നന്നായെന്ന് ഞാൻ വിചാരിച്ചു. ഇവൻ എന്നെ ചതിക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എല്ലാം തെറ്റിപ്പോയി. ഇനി ഇവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് 4 എണ്ണം കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ഒരവസരം കിട്ടിയപ്പോൾ അവൻ എന്നെ തള്ളിപ്പറഞ്ഞത് കണ്ടില്ലേ? അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചത് തന്നെ. എന്നിട്ട് പോലും പിടിക്കപ്പെട്ടപ്പോൾ അവനെല്ലാം എൻ്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ഇങ്ങനൊരു ചതിയൻ്റെ കൂടെ എനിക്കിനി ജീവിക്കണം താല്പര്യമില്ല. നീ ഒരു ഫ്രോഡാണെന്ന് ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചേച്ചിക്ക് മാത്രമേ ഇനി അതറിയാൻ ബാക്കിയുള്ളൂ. അത് ഇവനെക്കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം. ഇതൊക്കെ കേട്ട് ചേച്ചി തകരാതിരുന്നാൽ മാത്രം മതി എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. എൻ്റെ പഴയ ചേച്ചിയായിട്ട് എൻ്റെ നവ്യേച്ചിനെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നന്ദു അഭിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ഇതൊക്കെ കാണുന്ന ജലജയ്ക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി, എൻ്റെ മോനെയാണ് അവൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. നവ്യ എല്ലാത്തിനും കാരണം. ഈ നവ്യ പറഞ്ഞിട്ട് തന്നെയാണ് അവൻ മുത്തശ്ശൻ്റെ റൂമിൽ കയറി സ്വർണ്ണമൊക്കെ എടുത്തത്. ഇവൾക്ക് ദൂരത്തടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും, അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ജലജെ. നിന്റെ മോൻ ഒന്നും ചെയ്യാത്ത പാവമാണല്ലോ. അങ്ങനെയാണല്ലോ നീ മകനെ വളർത്തി വെച്ചിരിക്കുന്നത്.
നന്ദു അവനെ കൊണ്ടുപോയില്ലേ, സത്യമൊക്കെ അവൾ അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളും. നീ അവിടെ അടങ്ങിയിരുന്നാൽ മതി. ഇനി നീ ഇതും സംസാരിച്ച് വന്നാലുണ്ടല്ലോ, നിന്നെ പിടിച്ച് അകത്തിടാനുള്ള മാർഗമൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേവയാനിയാണെങ്കിലും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അനാമികയാണെങ്കിലും വന്നിട്ട് ജലജയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ അപ്പച്ചി, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൈയും കാലും ഒടിച്ചവളാ ആ നന്ദു. ഒരാഴ്ച നിവർന്ന് നിൽക്കാൻ കൂടി അവർക്ക് പറ്റിയിട്ടില്ല. അത്രയും മനസാക്ഷിയില്ലാത്തവളാ ഈ നന്ദു എന്ന് പറയുന്നവള്. അപ്പം അപ്പച്ചിയുടെ മോൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇടികൊണ്ട് ചാവാതിരുന്നാ ഭാഗ്യം. ഉടനെ നന്ദുവിൻ്റെ കാല് പിടിച്ച് അവനെ ഇറക്കിക്കൊണ്ട് വരാൻ നോക്ക് എന്നിങ്ങനെ അനാമിക പറയുന്നത് കേട്ട് ജലജ ആകെ തകർന്നിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അബിയെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് ജലജ ആണെങ്കിലും സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്.